പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അമ്മ സംഘടന ഈ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ? ഈ അമ്മ എന്ന സംഘടന രൂപീകരിച്ചതാരാണ്? ഈ സംഘടന രൂപീകരിക്കാനായിട്ട് കുറേ ആൾക്കാർ മുമ്പ് കഷ്ടപ്പെട്ടവരുണ്ട്. ഇതൊന്നും അറിയാതെ ഇപ്പോഴത്തെ ഈ കുറച്ച് ആൾക്കാർ കിടന്ന് ചാടുന്നുണ്ടല്ലോ ഈ സംഘടനയിൽ. ഇവർക്കൊന്നും അറിയില്ല ഈ അമ്മ സംഘടന എന്തായിരുന്നു പോലും ഇവർക്കൊന്നും അറിയില്ല. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിനുവേണ്ടി പ്രവർത്തിച്ച, രാവും പകലും പ്രവർത്തിച്ച കുറേ ആൾക്കാർ പിന്നിലുണ്ട്. ആ ഒരു പ്രസ്ഥാനം നശിച്ചു പോകാതിരിക്കാൻ അതുവഴി കുറേ ആൾക്കാർക്ക് സഹായങ്ങൾ എത്തുന്നുണ്ട്. ഈ സംഘടനയിൽ ഉള്ള ആൾക്കാർക്ക്, സിനിമാ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാർക്ക് ഇതുകൊണ്ട് ഗുണങ്ങളുണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായിട്ടായാലും അല്ലാതെയും ഒക്കെയും അവർക്ക് ഗുണങ്ങളുണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനായിട്ട് പ്രവർത്തിക്കുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സിനിമയെ ഇഷ്ടപ്പെടുന്ന അനേകം ആൾക്കാരുണ്ട്. ഒരു മനുഷ്യനും സിനിമ ഇഷ്ടമല്ലാത്ത ആൾക്കാരല്ല. എന്നാൽ ഈ ഒരു പ്രസ്ഥാനം നശിച്ചു പോകുന്നത് കാണുമ്പോൾ വളരെ പ്രയാസം തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ അഡ്ജസ്റ്റ്മെൻറ്റും തെറിവിളിയും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ചെറിയ ബാലിഷമായ കാര്യങ്ങളൊന്നും അല്ലത് കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ തെറി വിളിക്കാൻ അറിയാവുന്നവർ ഇഷ്ടം പോലുണ്ട്. നമുക്ക് നല്ല തെറി വിളിക്കാൻ അറിയാവുന്നവരാണ് കേട്ടോ. അപ്പം ചീത്ത പറയുന്നത് അത് ഒരു മര്യാദകേടാണ്. മര്യാദയ്ക്ക് സംസാരിക്കാനായിട്ട് ഏത് മേഖലയിലുള്ളവരായാലും അത് പഠിക്കണം. സിനിമയിൽ മാത്രമുള്ളവരല്ല, ഏത് മേഖലയുള്ളവരും അത് മര്യാദ പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്, എന്താണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്? നിങ്ങൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാകുന്നത് കൊണ്ടല്ലയോ പിന്നെയും നിങ്ങളോട് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നത്. ഒരു പ്രാവശ്യം നിങ്ങളോട് ചോദിച്ചാൽ ആ ചോദിക്കുന്നവൻ്റെ മുഖം നോക്കി തിരിച്ചു പറയാനും, മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം പറയാനും നിങ്ങൾക്ക് കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ സ്ത്രീകളാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നടക്കുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നവന്മാരോട് നിങ്ങൾ രൂക്ഷമായി നിങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും ഇതൊക്കെ ചോദിക്കുന്നത്. അന്ന് തന്നെ നിങ്ങൾ വലിച്ചു കയറിയായിരുന്നു അവന്മാരെ തേച്ച് ഭിത്തിയിൽ ഒട്ടിച്ചായിരുന്നെങ്കിൽ ഇത് വീണ്ടും വീണ്ടും നിങ്ങളോട് ചോദിക്കുമോ? വീണ്ടും വീണ്ടും. പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ട് ഇതിനുവേണ്ടി പോകാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ. അവർ പിന്നെ പോയിട്ട് പിന്നെ അവസാനം വേറെ ഏടാകോടങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വന്ന ശേഷം പറ്റിച്ചു എന്ന് പറയുന്നത് അത്ര ഒരു നല്ല പ്രവൃത്തിയൊന്നുമല്ല. തെറി വിളിക്കുന്നതും മര്യാദയ്ക്ക് സംസാരിക്കാനായിട്ട് പഠിക്കണം. അത് സിനിമാ ഫീൽഡിലുള്ളവരായാലും ഏത് ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദകേട് സംസാരിക്കാൻ ഒരിക്കലും പാടുള്ളതല്ല. അതുകൊണ്ട് സംഘടന ഇത് നിലനിർന്നു പോകണം. അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. അനേകം ആൾക്കാർക്ക് ഇതൊരു അത്താണിയാണ്. ഇതുവഴി അനേകം ആൾക്കാർക്ക് മരുന്നുകളും മറ്റുള്ള കാര്യങ്ങളും എത്തിക്കുന്ന ഒരു സംഘടനയാണിത്. നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്കും വിഷമമുണ്ടത്. സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊരു പിന്നെ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു സംഘടനയിൽ ഇപ്പം നടക്കുന്ന ഈ പ്രവൃത്തി. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് തെറി വിളിക്കുന്നവരെ നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല, നല്ല തെറി വിളിക്കാൻ അറിയാവുന്നവർ എല്ലാവർക്കും വിളിക്കാൻ അറിയാം. അത് നിങ്ങൾക്ക് ചെവി കരിഞ്ഞു പോകുന്ന രീതിയിൽ എല്ലാവർക്കും വിളിക്കാൻ അറിയാം. അതുകൊണ്ട് മാന്യമായിട്ട് നടക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. തീർച്ചയായിട്ടും നല്ലൊരു ഭരണസമിതി വീണ്ടും വരട്ടെ എന്ന് ആശംസിക്കുന്നു.